ഇതൊക്കെ നമ്മൾ കിണറിൻ്റെ ഭാഗത്തേക്കുള്ള കിഴക്ക് ഭാഗത്ത്, വീടിൻ്റെ കിഴക്ക് ഭാഗത്തേക്കുള്ള ഭാഗമാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്തുനിന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഉള്ള വഴി. നമ്മുടെ സാധാരണ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാടത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ അതിൽ അങ്ങോട്ടേക്ക് കടന്നു പോകുന്ന ഒരു വഴിയത്. ഇവിടെ ഒരു ഒറ്റപ്പെട്ട വീടായതുകൊണ്ട് ഇതിൻ്റെ മുൻവശത്തൊന്നും 3 ഭാഗത്തും നമുക്ക് വഴികളില്ല, വീടുകൾ പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ വീടുകൾ കുറവാണ്. മൊത്തം 10-30 ഏക്കർ റബ്ബർ തോട്ടങ്ങളാണ്. നമ്മുടെയും മറ്റുള്ളവരുടെ എല്ലാം കൂടി മറ്റേ മുതലാളിമാരുടെ ഈ റബ്ബർ തോട്ടങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോണ വഴിയാണ് ഈ ചെത്തിത്തെളിച്ച് ഈ കഴിഞ്ഞ കാഴ്ചകളിലൊക്കെ ആയിട്ട് ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചൊക്കെ വന്ന് പണിത്. ഇപ്പോഴൊക്കെ നല്ല ഒറ്റ കരിയില പോലും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം പൊഴിഞ്ഞ് അടച്ച മഴ കാരണം 1 മാസത്തിൽ കൂടുതലായില്ല ഈ മഴ തുടങ്ങിയിട്ട്. അപ്പം അന്നേരം ഈ കരിയിലെല്ലാം വന്ന് മൂടി കിടക്കുമോ നമ്മുടെ വഴി. എത്ര അടിച്ചിട്ടാലും ഒരു പ്രയോജനമില്ല. ഇതുപോലെ മുറ്റവും കിടക്കണം ഇങ്ങനെ ഇതുപോലെ നമുക്ക്. അപ്പോൾ നമ്മൾ മുറ്റവും നമ്മുടെ ശരീരവും അടിച്ചടിച്ച് നമ്മുടെ ആരോഗ്യം മൊത്തം പോണ അവസ്ഥ. അതുകൊണ്ട് ഞാൻ കരിയിലൊക്കെ കൊഴിഞ്ഞ് തീർന്നിട്ട് അടിക്കലുള്ളൂ. ഇത് അടുത്ത വീട്ടുകാരുടെ പറമ്പുകളായി കാണുന്നില്ല. ഇതൊക്കെ 10-30 ഏക്കർ സ്ഥലങ്ങൾ വരും. ഇനി വീണ്ടും ഇതിൽ കൂടെ തന്നെ കിഴക്കോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിണറിൻ്റെ അങ്ങോട്ടേക്ക് പോകാവുന്ന നല്ല പ്രകൃതി സൗന്ദര്യമുണ്ട് ഈ സ്ഥലത്തിനൊക്കെ. പിന്നെ എന്തായാലും നമ്മൾ ടൂറിനൊന്നും പോയില്ലെങ്കിലും നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്കൊരു മനസ്സന്തോഷമുണ്ട്. കുറച്ച് കരിയില നമ്മളെ ശല്യപ്പെടുത്തിയാലും വേനൽക്ക് സുഖമാണ് നമുക്ക്. വർഷത്തിൽ ഈ കരിയില വീണ സമയത്ത് മൊത്തം നമുക്ക് ദുരിതങ്ങളാണ്. അടിച്ചാൽ തീരില്ല. അതുപോലെ തന്നെ ഒരു ആകെ മുഷിഞ്ഞ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ആൾക്കാർക്കൊക്കെ തോന്നും ഇപ്പം എല്ലാവരും നല്ല വീടൊക്കെ പറഞ്ഞ് നീറ്റായിട്ടല്ലേ എല്ലാവർക്കും വീടുകളൊക്കെ ഇരുന്നത്. ഈ ഗ്രാമീണ മേഖലയിൽ കിടക്കുന്നവർക്കൂടെയൊക്കെ വീടൊക്കെ ഈ രീതിയിലൊക്കെ കിടക്കുള്ളൂ. എത്ര അടിച്ചാലും അടിക്കാൻ മടുക്കുമല്ലാതെ നമുക്ക് വൃത്തിയായി കിടക്കില്ല ഒരു സമയത്ത് പോലും. അതിന് നമ്മൾ ഷിഫ്റ്റിന് ആളെ വെച്ച് പണിയേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥകൾ. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഈ ഒരു റൂട്ടിൽ പോയി കിണറിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നെത്തും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുടെ ഗ്യാപ്പ് നോക്കി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണികൾ. ഒരു 5 അച്ഛനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക്. അത് എല്ലാവരും ഒന്ന് കാണിക്കാലോ എന്ന് ഓർത്തൊരു വീഡിയോ കണ്ടോ. ആദ്യം അപ്പുറം സൈഡിലാണ് ഈ ഇതിലേക്ക് വന്നത്. ഇപ്പം നമ്മൾ ഈ റൂട്ടിൽ കൂടെ വന്നത്. ഇതൊക്കെ നമ്മുടെ പഴയ വീടും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങൾ ഒക്കെയാണ്. ഇതൊക്കെ വലിയ റബ്ബർ തോട്ടങ്ങളാണ്. ഇതൊക്കെ ഒരു 12 ഏക്കർ 5 ഏക്കർ അങ്ങനെയൊക്കെ പോവും ഈ തോട്ടങ്ങൾ. വീണ്ടും ഒരു 12 നമ്മുടെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.